അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് അമ്മാ ബഅദു ഫഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി രസകരമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സ്വറഫിന്റെ കിതാബുകളിലൊക്കെ ലാസിമിനെയും മുതഅദ്ദിയെയും പരിചയപ്പെടുത്തുമ്പോൾ, അതുപോലെ നഹ്വിന്റെ കിതാബുകളിൽ ഫായിലിന്റെ റഫ്ഉം മഫ്ഊലിന്റെ നസ്ബും ഉദാഹരണം കാണിക്കുമ്പോഴൊക്കെ പറയാറുള്ള ഉദാഹരണങ്ങളാണ് ലറബ സെയ്ദുൻ അംറൻ, സെയ്ദ് അംറിനെ അടിച്ചു. ഇതുപോലെയുള്ള ഉദാഹരണങ്ങളിൽ എവിടെയും സെയ്ദു തന്നെയാണ് അടിക്കുന്നവൻ, അടികൊള്ളുന്നവനോ പാവം അംറും. ഒരു ഉദാഹരണത്തിലും അംർ സെയ്ദിനെ ഇങ്ങോട്ടടിച്ച ഉദാഹരണം നഹ്വു സർഫിൽ സാധാരണ പറയാറേ ഇല്ല. നമ്മുടെ അവാമിലായാലും സഞ്ചാനായാലും തഖ്വീമുൽ ലിസാൻ ആയാലും തുഹഫ ഖത്ർനദയിലായാലും അടിക്കുന്നവൻ എപ്പോഴും സെയ്ദ്, കൊള്ളുന്നവൻ എപ്പോഴും പാവം അംർ. ഇതിന്റെ കാരണം എന്താണെന്ന് ചില ആളുകൾ രസകരമായി ചോദിച്ചപ്പോൾ അതിനു ചില മറുപടികൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അല്ലാൻ റളിയല്ലാഹു തആലാനു ഇമാമുൻ നബവി റളിയല്ലാഹു തആലാനുവിന്റെ അദ്കാറിന്റെ ഷറഹ് 1-ാം വാള്യം 530-ാമത്തെ പേജിൽ ഇങ്ങനെ ഒരു ബെയ്ത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇന്നമാ കാന ളർബു സൈദിൽ ലിഅംരി ഫിസ്തു ഇലാഹിൻ നുഹാതി ഖൗലഹു വറസ്മാ ഇന്ന ദാവൂദ ഖാല യാ സൈദു അംറു അഖദൽ വാവ മിൻ ഉറൂഫി യാ ളുൽമാ. ഇന്നമാ കാന ലർബു സെയ്ദിൻ ലി അംറിൻ, എവിടെ നോക്കിയാലും സെയ്ദ് അംറിനെ അങ്ങോട്ടടിക്കുന്നതാണല്ലോ. ഫിസ്തുലാഹിൻ നുഹാത്തി ഖൗലം വറസ്മ, എവിടെ ഉദാഹരണങ്ങളിലും മിസാലുകളിലും നഹ്വിയാക്കളെ കിതാബുകളിലെല്ലാം കാണുന്നത് അങ്ങനെയാണല്ലോ. എന്താണ് ഇതിന്റെ കാരണം? ഇന്ന ദാവൂദ ഖാല യാ സൈദു അംറു അഖദൽ വാവ മിൻ ഉറൂഫി യാ ളുൽമാ. ഇന്ന ദാവൂദ ഖാല, ഒരിക്കൽ ദാവൂദ് വന്നിട്ട് സെയ്ദിനോട് പറഞ്ഞു. സെയ്ദ് വലിയൊരാളാണ്. സെയ്ദിനോട് വന്നിട്ട് പറഞ്ഞു, അംറാകുന്നത് അഖദൽ വാവ മിൻ ഉറൂഫി, എന്റെ ഹർഫുകളിൽ നിന്ന് ഒരു വാവിനെ കട്ടുകൊണ്ടുപോയി, ളുൽമാ അക്രമമായിട്ട്. അതായത് ദാവൂദ് എന്ന് എഴുതുമ്പോൾ ശരിക്ക് നാം മുഴിയുന്നത് പ്രകാരം 2 വാവ് എഴുതണമല്ലോ. ദാവൂദ് നീട്ടാനുണ്ട്, പക്ഷെ ഒരു വാവ് കൊണ്ടേ ദാവൂദ് എഴുതും. അപ്പൊ ദാവൂദിന് വലിയൊരു സംശയം, എവിടെ പോയി എൻ്റെ ഒരു വാവ്? എന്റെ ഹറഫിൽ ഒരു വാവ് കാണാനില്ലല്ലോ. അങ്ങനെ ദാവൂദ് ഈ വാവും തെരഞ്ഞു നടന്നപ്പോഴാണ് അംർ എന്നുള്ളിടത്ത് ആവശ്യമില്ലാത്തൊരു വാവ് കാണുന്നത്. അംറുൻ എന്ന് എഴുതുമ്പോൾ വാവ് എഴുതും. അത് നഹ്വിന്റെയും സർഫിന്റെയും എഴുത്തിന്റെ ഒരു കായികയാണ്. ഷജായി അല ഖത്ർനദ, ഹാഷിയ ഷജായി അല ഖത്ർനദയിൽ 9-ാമത്തെ പേജിൽ കാണാം. ഫീമാ അദാ നസുബി അംരിൻ അൽഖന്ന ബിഹി വബന്നിദാരമൻ യതിഹി വലം യുളഫി. 9 നിബന്ധനകളൊത്ത് അംർ എന്നതിൽ വാവ് എഴുതും. നസ്ബിന്റെ നേരത്തെ ലറബത്തു അംറൻ എന്ന് മൻസൂബാകുമ്പോൾ മഫ്ഊലാകുമ്പോൾ എഴുതേണ്ടതില്ല, ഇലാഫത്ത് ചെയ്താലും എഴുതില്ല. ഏതായാലും 9 ഷർത്തുകളോടുകൂടെ അംർ എന്നുള്ളിടത്ത് വാവ് എഴുതും. അതിന്റെ വിശദ വിവരം ഹാഷിയത്തു ഷജായി അല ഖത്ർനദ പേജ് 9 കാണാം. അപ്പൊ അംർ എന്നുള്ളതിൽ അധിക നേരവും ആവശ്യമില്ലാത്തൊരു വാവിനെ കാണുന്നുണ്ട്. ഈ വാവ് കണ്ടപ്പോൾ ദാവൂദ് മനസ്സിലാക്കി എന്റെ വാവിനെ അംർ കട്ടതാണ്. ഇതങ്ങ് കേട്ടപ്പാടെ സെയ്ദ് അങ്ങ് അടിക്കാൻ തുടങ്ങി. എവിടെ കണ്ടാലും സെയ്ദ് അംറിനെ അടിക്കുന്നു. സെയ്ദ് എന്തിനാടോ അംറിനിങ്ങനെ തല്ലണ്, അത് മാത്രമല്ലോ സർഫ് നഹ്വില് ചൊല്ലണ്. സെയ്ദ് എന്തിനാടോ അംറിനിങ്ങനെ തല്ലണ്, അത് മാത്രമല്ലോ സർഫ് നഹ്വില് ചൊല്ലണ്. അംറന്റെ വാവിനെ കട്ടു ദാവൂദോതി, ഇത് കേട്ട സെയ്ദ് തുടങ്ങി അന്നാ ചെയ്തി. അംറന്റെ വാവിനെ കട്ടു ദാവൂദോതി, ഇത് കേട്ട സെയ്ദ് തുടങ്ങി അന്നാ ചെയ്തി. രസകരമായ ഓരോരോ കാരണങ്ങളെ സരളമായി നമ്മുടെ ഇമാമിയങ്ങൾ പോലും അവതരിപ്പിച്ച് നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ചിരിക്കാനും തന്നതാണിതൊക്കെ. അള്ളാഹു നമ്മുടെ ഉലമാക്കൾക്ക് ഉസ്താദുമാർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകട്ടെ. മാൽ വസിയ്യത്തി ബിദ്ദുആഇ. അസ്സലാമു അലൈക്കും.